ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചവ്വരി ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് തയ്യാറാക്കി എടുക്കാം. സാധാരണ നമ്മൾ ചവ്വരിയൊക്കെ ഉപയോഗിച്ച് പായസമാണ് തയ്യാറാക്കാറ് അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഒരു ഹൽവ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ ചവ്വരി ഹൽവ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. നമുക്ക് രണ്ട് വിധത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അത് രണ്ടും ഈ വീഡിയോയിലൂടെ വിശദീകരിച്ച് പറയാം. ആദ്യം തന്നെ നമുക്ക് അടുപ്പിലോട്ടൊരു കുക്കർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചവ്വരിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചവ്വരിയാണ്. അപ്പോൾ നിങ്ങൾ ഈ കപ്പളവില്ല എന്നുള്ളവർ വീട്ടിൽ സാധാരണ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ചെറിയ ബൗളോ എടുക്കുക. അതിന് നിങ്ങൾ ചവ്വരി അളന്നെടുക്കുക. അപ്പോൾ അതേ നിങ്ങൾ എടുക്കുന്ന അതേ ബൗളിന് തന്നെ ആയിരിക്കണം നിങ്ങൾ വെള്ളവും അളന്നെടുക്കേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഈ നെയ്യിൽ ഈ ചവ്വരി ഇട്ട് ഒരു 7-8 മിനിറ്റെങ്കിലും ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് ഗോൾഡൻ നിറമൊന്നും ആവേണ്ട. ഒരു 7-8 മിനിറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. നന്നായിട്ട് തീ കയറുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 7-8 മിനിറ്റോളം എടുത്തൊന്ന് വറുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത് നന്നായിട്ട് വറുത്തെന്ന് കാണുമ്പോൾ അതിൻ്റെ ആ നിറവും ഒന്ന് മാറും, അതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും കണ്ടോ. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ചവരിയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് 2 കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിനാണോ എടുത്തത് അതേ കപ്പിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം അടച്ച് വെച്ച് 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കൊന്ന് ഒരു 2 വിസിൽ കേൾക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആവി ഫുള്ള് കളയുക. അപ്പോൾ ഞാൻ ഇവിടെ 2 വിസിൽ കേട്ട ആവി മൊത്തം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ തന്നെ വേവിക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ചവ്വരി വെന്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വെന്ത ഈ ഒരു ചവ്വരി നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതേ അടുപ്പിൽ തന്നെ മറ്റൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂനട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. എന്നതിന് ശേഷം നന്നായിട്ട് ഗോൾഡൻ നിറമായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ ഒന്നിച്ചിടണ്ട. കാഷ്യൂസ് വറുക്കാൻ കുറച്ച് ടൈം വേണം, എന്നാൽ റൈസിൻസ് പെട്ടെന്ന് അങ്ങ് വറുത്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം റൈസിൻസ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, അല്ല കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം. ഇനി നമുക്ക് ഇതിൽ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ചവ്വരിയുടെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം, ചവ്വരി വേവിച്ചത്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പേടിക്കുകയൊന്നും വേണ്ട, മഞ്ഞൾപ്പൊടിയുടെ യാതൊരു സ്മെല്ലും വരില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീയും കുറച്ച് വെക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഒരു കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ ആയാലും മതി. 1/2 ടീസ്പൂൺ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വന്നു എന്ന് കാണുമ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമുക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാം. അതായത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കുറവ് മതിയെങ്കിൽ 1/2 കപ്പ് ചേർക്കുക. അഥവാ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 1 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് ചേർക്കുന്നുണ്ട്. ആദ്യം 1/2 കപ്പാണ് ഞാൻ ഇപ്പോൾ ചേർത്തത്. 1/2 കപ്പ് ചേർത്തിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും മധുരം വേണമെന്ന്, ഇതിപ്പോൾ ഒരു കുറഞ്ഞ മധുരമാണ്, അപ്പോൾ കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് ഒരു 1/4 കപ്പ് കൂടി ചേർക്കാം. അതായത് 3/4 കപ്പ് പഞ്ചസാര. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോഴേ ഇതിൻ്റെ ആ ഒരു നിറമൊക്കെ ഒന്ന് മാറും, ഒരു ഗ്ലേസിങ് പോലെ വരും ആ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എനിക്ക് മധുരം കുറച്ചുകൂടി ഒന്ന്
കിട്ടട്ടെ. അപ്പോൾ നമുക്ക് 1/4 കപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് ചേർത്തിട്ട് ഇത് നമ്മുടെ ഈ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നതിന് ശേഷം ഇത് ഈ പാത്രത്തിൽ നിന്നും വിട്ട് വരണം. അതാണ് കറക്റ്റായിട്ടുള്ള പരുവം. അതുവരെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ ചെയ്താലും വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ഇത് 2 വിധത്തിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് നമുക്ക് പാൽ ഉപയോഗിച്ച് ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിച്ചതിന് പകരം അതേ അളവിന് പാൽ ഉപയോഗിച്ച് നിങ്ങളിത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് രണ്ടും ടേസ്റ്റിയാണ്. അപ്പോൾ ചെയ്ത് നോക്കിയതിന് ശേഷം എന്നെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടെ വരുന്ന ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.